Welcome to BSc Complementary Electronics. Today we see Boolean problems, Boolean algebra problems. Semester 4, class number E19 for BSc main physics students. This is Complementary Electronics, BSc Complementary Electronics, Semester 4, Boolean algebra problems. We have seen 2-3 problems in the previous class, and today we see the 5th problem. Prove the relations. There are a set of questions. Prove the relations. 1. A bar B plus AB plus AB bar is A plus B. Number 2. AC plus ABC equal to AC. Number 3. A plus B into A plus C equal to A plus BC. Number 4. AB bar C plus ABC equal to AC. അപ്പോൾ ഈ കാണുന്നതെല്ലാം ബൂളിയൻ എക്സ്പ്രഷൻസ് ആണ്. ഇതെല്ലാം പ്രൂവ് ചെയ്യുക. ശരിയായിട്ടുള്ള ബൂളിയൻ എക്സ്പ്രഷനാണ് എഴുതിയിരിക്കുന്നത്. അതെല്ലാം നമ്മൾ ഈ ബൂളിയൻ ലോസ്, ബേസിക് ലോസ് വെച്ച് പ്രൂവ് ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ. 4 ക്വസ്റ്റ്യൻ എവിടെയുള്ളത്. വി ക്യാൻ സി ദി ആൻസേഴ്സ് വൺ ബൈ വൺ. സോ ദി ഫസ്റ്റ് വൺ, 5ാമത്തെ ക്വസ്റ്റ്യൻ കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. 5ാമത്തെ ക്വസ്റ്റ്യൻ എ ബി സി പ്ലസ് എ ബി ബാർ സി പ്ലസ് എ ബി സി ബാർ ഈക്വൽ ടു എ പ്ലസ് ബി സി. So the 5th one is done first. Y is equal to ABC plus ABC AB B bar C plus ABC bar. ആദ്യ 2 ടേബിളിൽ നിന്ന് നമ്മൾ എ പുറത്തേക്ക് എടുക്കും. അപ്പോൾ എ സി പുറത്തേക്ക് എടുക്കും. അപ്പോൾ നമുക്ക് ഇൻസൈഡ് ബ്രാക്കറ്റ് ബി പ്ലസ് ബി ബാർ, പിന്നെ നമ്മൾ എ ബി സി ബാർ എഴുതും. ബി പ്ലസ് ബി ബാർ 1 ആണല്ലോ, നമുക്കറിയാം ബി പ്ലസ് ബി ബാർ 1 ആണെന്ന്. അത് കൊടുക്കുമ്പോൾ നമുക്ക് എ സി ഇൻറ്റു 1 പ്ലസ് എ ബി ഇൻറ്റു സി ബാർ എന്ന് കിട്ടും. അടുത്ത ലൈൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എ സി പ്ലസ് എ ബി സി ബാർ. എ പുറത്തേക്ക് എടുക്കും. എ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് സി പ്ലസ് ബി സി ബാർ എന്ന് കിട്ടും. സി പ്ലസ് ബി സി ബാർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് എ ബാർ ബി എന്ന മോഡലിലാണ്. എ പ്ലസ് എ ബാർ ബി എന്ന മോഡലിലാണ്. അതുകൊണ്ട് നമുക്ക് എ പ്ലസ് ബി എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ വരുന്നത് സി പ്ലസ് ബി എന്നായിരിക്കും. അപ്പോൾ എ ഇൻറ്റു സി പ്ലസ് ബി, ബ്രാക്കറ്റ് മാറ്റുമ്പോൾ അല്ലെങ്കിൽ അത് ഓർഡറിൽ പറയുമ്പോൾ എ ഇൻറ്റു ബി പ്ലസ് സി ആർ എച്ച് എസ്, ദാറ്റ് ഇസ് ആൻസർ. അടുത്ത ചോദ്യം, ഷോ ദാറ്റ് എ ബാർ ബി പ്ലസ് എ ബി പ്ലസ് എ ബി ബാർ എന്നുള്ള ചോദ്യമാണ് കേട്ടോ. അത് നമുക്ക് എ പ്ലസ് ബി ആണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ആദ്യ 2 ടേമിൽ നിന്ന് നമ്മൾ ബി പുറത്തേക്ക് എടുക്കണം. സോ വി ഗെറ്റ് എ ബാർ പ്ലസ് എ ഇൻറ്റു ബി പ്ലസ് അടുത്ത ടേം അതുപോലെ എഴുതി എ ബി ബാർ എന്നെഴുതി. ഈ എ ബാർ പ്ലസ് എ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു ബി പ്ലസ് എ ബി ബാർ ഈക്വൽ ടു ബി പ്ലസ് എ ബി ബാർ. ബി പ്ലസ് എ ബി ബാർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് എ ബാർ ബി എന്ന മോഡലിലാണല്ലോ. അപ്പോൾ നമുക്കത് എ പ്ലസ് ബി ബി പ്ലസ് എന്ന് കൊടുക്കാം. അത് എ പ്ലസ് ബി തന്നെയാണ്, തിരിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ 2, എ സി പ്ലസ് എ ബി സി ഈക്വൽ ടു എ സി തെളിയിക്കുക. അപ്പോൾ എ സി നമ്മൾ പുറത്തേക്ക് എടുക്കും. എ സി ഇൻറ്റു 1 പ്ലസ് ബി, അപ്പോൾ എ സി ഇൻറ്റു 1 ഈക്വൽ എ സി ആർ എച്ച് എസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി തെളിയിക്കാനാണ്. അപ്പോൾ അത് നമുക്ക് ബ്രാക്കറ്റ് മാറ്റുമ്പോൾ നമുക്ക് 4 ടേം കിട്ടുമല്ലോ. എ പ്ലസ് എ സി പ്ലസ് ബി എ പ്ലസ് ബി സി എന്ന് കിട്ടും. എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഒരു എഴുതിയാൽ മതി. എ പ്ലസ് എ സി പ്ലസ് ബി എ പ്ലസ് ബി സി എന്ന് കൊടുക്കുക. അത് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ കിട്ടുന്നത്, നെക്സ്റ്റ് സ്റ്റെപ്പ് ബിക്കംസ് എ പുറത്തേക്ക് എടുക്കണം. 1 പ്ലസ് സി പ്ലസ് ബി എ പ്ലസ് ബി സി. 1 പ്ലസ് സി 1 ആണ്. സോ എ ഇൻറ്റു 1 പ്ലസ് ബി എ പ്ലസ് ബി സി. ആദ്യ 2 ടേമിൽ നിന്ന് എ അക്കൗണ്ട് ഫാക്ടർ ടേക്കൺ ഔട്ട്. എ ഇൻറ്റു 1 പ്ലസ് ബി പ്ലസ് ബി സി. 1 പ്ലസ് ബി ഇസ് 1 ആണ്. എ ഇൻറ്റു 1 പ്ലസ് ബി സി ഈക്വൽ ടു എ പ്ലസ് ബി സി. ഫോർത്ത് ക്വസ്റ്റ്യൻ, എ ബി ബാർ സി പ്ലസ് എ ബി സി. വി ക്യാൻ ടേക്ക് എ സി ഔട്ട്സൈഡ് ദ ബ്രാക്കറ്റ്. ഇൻസൈഡ് ദി ബ്രാക്കറ്റ് വി ഗെറ്റ് ബി ബാർ പ്ലസ് ബി. ബി ബാർ പ്ലസ് ബി ഇസ് 1. സോ എ സി ഇൻറ്റു 1 എ സി, ദാറ്റ് ഇസ് ദി ആൻസർ. നെക്സ്റ്റ് പ്രോബ്ലം, പ്രോബ്ലം നമ്പർ 6. പ്രൂവ് ദാറ്റ് എ പ്ലസ് എ ബാർ ബി പ്ലസ് എ ബി ഇസ് എ പ്ലസ് ബി. ടേക്ക് എൽ എച്ച് എസ് എ പ്ലസ് എ ബാർ ബി പ്ലസ് എ ബി. ഇത് ഇത്രയുള്ള എ പ്ലസ് എ ബാർ ബി എ പ്ലസ് ബി എന്ന് കൊടുക്കാം. എ പ്ലസ് ബിയിലൂടെ എ ബി കൂട്ടുമ്പോൾ
നമുക്ക് കിട്ടുന്നത് എ പ്ലസ് ബി കിട്ടും. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന എങ്ങനെ നോക്കിയാൽ എ പ്ലസ് എ ബാർ ബി പ്ലസ് എ ബി, രണ്ടാമത്തെ രണ്ട് ടേമിൽ നിന്ന് നമ്മൾ ബി റൈറ്റിലേക്ക് എടുക്കും. അപ്പോൾ എ പ്ലസ് എ ബാർ പ്ലസ് എ ഇൻറ്റു ബി, എ ബാർ പ്ലസ് എ ഈസ് ഈക്വൽ ടു 1. സോ എ പ്ലസ് 1 ഇൻറ്റു ബി, ദാറ്റ് ഈസ് എ പ്ലസ് ബി RHS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ്, അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്, എല്ലാം പ്രീവിയസ് ആണ്, ഓരോന്നും മാറി മാറി ചോദിക്കും. പ്രൂവ് ദാറ്റ് എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ബാർ ഇസ് ഈക്വൽ ടു എ. ടേക്ക് LHS, ലെറ്റ് ഇറ്റ് ബി y. Y is equal to a plus b into a plus b bar. You remove the bracket, a into a plus a b bar plus b into a plus b b bar. ആ ഓർഡർ തന്നെ എഴുതി പോയത് കേട്ടോ, അല്ല മറിക്കുന്നുണ്ട്. മറിച്ചാൽ ശരിയാണ്, ബി എ നമുക്ക് എ ബി എഴുതിയാൽ ശരിയാണ്, പക്ഷേ ഓർഡറിൽ കൊണ്ട് എഴുതുക. ആദ്യ ടേം എ ഇൻറ്റു എ സിംപ്ലി എ, 2 വന്നാൽ ഒരേ കൊടുത്താൽ മതി. ഇപ്പോൾ 2 കൂട്ടിയാലും 2 ഗുണിച്ചാലും ഏത് തന്നെ കിട്ടുമല്ലോ. എ പ്ലസ് ബി ബാർ, എ ബി ബാർ പ്ലസ് ബി എ പ്ലസ് 0, ബി ഇൻറ്റു ബി ബാർ 0 കാരണം 1ഉം 0ഉം മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെയാണ്. ആദ്യ രണ്ട് ടേമിൽ നിന്ന് എ പുറത്തേക്ക് എടുക്കണം. എ കോൺ ഫാക്ടർ 1 പ്ലസ് ബി ബാർ പ്ലസ് ബി എ. 1 പ്ലസ് ബി ബാർ ഇസ് 1, എ ഇൻറ്റു 1 പ്ലസ് ബി എ ഈക്വൽ ടു എ ഈസ് ടേക്കൻ ഔട്ട്, എ ഇൻറ്റു 1 പ്ലസ് ബി, എ ഇൻറ്റു 1 ഈക്വൽ ടു എ RHS. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് എ ബി പ്ലസ് ബി സി പ്ലസ് എ ബാർ ഇസ് എ ബി പ്ലസ് സി എ ബാർ. ഈ ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് സൈഡ് എഴുതിയിട്ടുണ്ട്. ഇത് പ്രോബ്ലമായിട്ട് ഷോർട്ട് ആൻസറിനോടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അതിന് പ്രാധാന്യം എന്ന് പറഞ്ഞാലേ നടുക്കാവുന്ന ടേം ബി സി റിഡൻഡൻ്റ് ആണ്, അത് ആവശ്യമില്ലാതെ വന്നിരിക്കുന്ന ഒരു ടേമായിട്ട് വേണമെങ്കിൽ കരുതാം, അധികപ്പറ്റായ ടേമാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കാം, ഷോ ദാറ്റ് ഇൻ ദി എക്സ്പ്രഷൻ എ ബി പ്ലസ് ബി സി പ്ലസ് എ ബാർ the term BC is redundant, the meaning is not required, unwanted. RHS നോക്കി, RHSൽ ബി സി കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ ഇത് വെച്ചിട്ടിരിക്കും, ഇത് ശരിക്കും അതിൻ്റെ മെത്തേഡ് അറിയാൻ പാടില്ല എങ്കിൽ സമയം പോകും, ഉത്തരം കിട്ടത്തില്ല. ഇപ്പോൾ പരീക്ഷകളിൽ ആദ്യമേഖല ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സമയം നഷ്ടപ്പെട്ടവരുണ്ട്, കുറേ സമയം ഇത് വെച്ചുകൊണ്ടിരിക്കും, അങ്ങനെ സമയം പോകും. അതുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ മാത്രമേ ആദ്യം ചെയ്യാവൂ, അല്ലെങ്കിൽ അവസാനത്തേക്ക് മാറ്റി വെക്കണം, മറ്റു ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. അപ്പോൾ ആ ഒരു ഡിഫിക്കൽട്ടി വന്ന ക്വസ്റ്റ്യനാണ്. പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഈ ബി സി റിഡൻഡൻ്റാണ് എന്ന് പറഞ്ഞാൽ അത് വേണ്ട അവിടെ. അതെങ്ങനെ തെളിയിക്കും നോക്കിക്ക്. ആ റിഡൻഡൻ്റായ ടേമിനെ ബി സിയെ നമ്മൾ 1 കൊണ്ട് ഗുണിച്ചാൽ മതി, അതാണ് രീതി. ടേക്ക് LHS, y is ab പ്ലസ് ബി സി പ്ലസ് എ ബാർ. അപ്പോൾ ബി സി നമുക്ക് ഒഴിവാക്കേണ്ടത്, അപ്പോൾ ഒഴിവാക്കേണ്ട ടേമിനെ 1 കൊണ്ട് ഗുണിക്കണം. ഇതുപോലെ വേറെ ഏതെങ്കിലും എക്സ്പ്രഷൻ വന്നിട്ട് ഒഴിവാക്കേണ്ടത് ഉണ്ടെങ്കിൽ അതിന് 1 കൊണ്ട് ഗുണിച്ചാൽ എഴുതേണ്ടത്. അപ്പോൾ എ ബി പ്ലസ് ബി സി ഇൻറ്റു 1 പ്ലസ് എ ബാർ, ഈ 1നെ മറ്റേ വേരിയബിൾ ഉണ്ടല്ലോ, ഈ ബിയും സി കഴിഞ്ഞപ്പോൾ എ ഉള്ള വേരിയബിളില്ലേ, ആ എ വേരിയബിളിൻ്റെ എ പ്ലസ് എ ബാർ എന്ന് 1 എഴുതണം. അപ്പോൾ ബി സി ഇൻറ്റു 1 എന്നുള്ളത് ബി സി ഇൻറ്റു എ പ്ലസ് എ ബാർ എന്ന് എഴുതാം, എന്നിട്ട് ബ്രാക്കറ്റ് മാറണം. അപ്പോൾ എ ബി പ്ലസ് ബി സി എ പ്ലസ് ബി സി എ ബാർ പ്ലസ് എ ബാർ എന്ന് കിട്ടും. പ്രോബ്ലം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് എ ബി പ്ലസ് ബി സി പുറത്തേക്ക് എടുക്കുമ്പോൾ, പുറത്തേക്ക് എടുക്കേണ്ട ആ സ്റ്റെപ്പ് ഞാൻ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. എ ബി പ്ലസ് ബി സി എ പ്ലസ് ബി സി എ ബാർ പ്ലസ് എ ബാർ. ആദ്യ രണ്ട് ടേമിൽ നിന്ന് എ ബി പുറത്തേക്ക് എടുക്കണം, 1 പ്ലസ് എ. അടുത്ത രണ്ട് ടേമിൽ നിന്ന് സി എ ബാർ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ 1 പ്ലസ് ബി, ബി പ്ലസ് 1 പ്ലസ് സിയും 1 പ്ലസ് ബിക്ക് 1 ആണല്ലോ. അപ്പോൾ എ ബി ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു സി എ ബാർ, ഇപ്പോൾ എ ബി പ്ലസ് സി എ ബാർ RHS. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുകയാണ്. ഏത് ടേം റിഡൻഡൻ്റ് ആണ്, ഏത് ടേമാണ് ആവശ്യമില്ലാതെ വരുന്നത്, അതിന് 1 കൊണ്ട് കുടിച്ചിട്ട് ആ 1നെ മറ്റേ ലെറ്റർ, മറ്റേ വേരിയബിൾ എ പ്ലസ് എ ബാർ അങ്ങനെ റീപ്ലേസ് ചെയ്ത് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ ശരിക്കും പഠിക്കുക. അതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഹോംവർക്കായിട്ട് തരികയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷോ ദാറ്റ് എ ബി ഈസ് റിഡൻഡൻറ്റ് ഇൻ ദി എക്സ്പ്രഷൻ എ ബി പ്ലസ് എ സി പ്ലസ് ബി സി ബാർ. ഇവിടെ എ ബി ഈസ് റിഡൻഡൻ്റ് എന്നാണ്, എ ബി ഈസ് റിഡൻഡൻറ്റ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ അവിടെ കൊണ്ട് കുടിക്കണം, നമ്മൾ 1 കൊണ്ട് കുടിക്കണം. 1നെ സി പ്ലസ് സി ബാർ എന്ന് വേണം, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്താൽ മതി, ഉത്തരം കിട്ടിക്കോളൂ.
അടുത്ത ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ചിലപ്പോൾ തെളിയാനുണ്ടെങ്കിൽ ഞാൻ വായിക്കാം. എ ബാർ പ്ലസ് ബി ഹോൾ ബാർ പ്ലസ് എ ബാർ പ്ലസ് ബി ഹോൾ ബാർ പ്ലസ് എ ബാർ പ്ലസ് ബി ഹോൾ ബാർ ഈക്വൽ ടു എ എന്ന് തെളിയിക്കാനാണ് എ. അപ്പോൾ രണ്ട് ടേം അല്ല അങ്ങനെയല്ല, അത് എ പ്ലസ് ബി ഹോൾ ബാറാണ്. എ പ്ലസ് ബി ഹോൾ ബാർ പ്ലസ് എ ബാർ പ്ലസ് ബി ഹോൾ ബാറാണ്. എ പ്ലസ് ബി ചിലപ്പോൾ ക്ലിയർ ആകാനുണ്ട്, നോട്ടെ. എ പ്ലസ് ബി ബാർ ആകുമ്പോൾ ടേക്ക് എൽ എച്ച് എസ് എ ബാർ പ്ലസ് ബി ഹോൾ ബാർ. അടുത്തത് എ ബാർ പ്ലസ് ബി ഹോൾ ബാർ. രണ്ടും ഒരേ ടൈമായിട്ടാണ് അവിടെ തോന്നുന്നത്. ആർ എച്ച് എസ് നോക്കിയ ആർ എച്ച് എസ് എ എന്ന് തെളിയിക്കേണ്ടത് നമുക്ക് എൽ എച്ച് എസ് എഴുതാം. എ ബാർ പ്ലസ് ബി ഹോൾ ബാർ പ്ലസ് എ ബാർ പ്ലസ് ബി ഹോൾ ബാർ. ആദ്യത്തെ ടൈം എന്ന് പറയുന്നത് എ ബാർ ബാർ ഇൻറ്റു ബി ബാർ. നമ്മൾ ഡി മോർസ് അപ്ലൈ ചെയ്യണം. കോംപ്ലിമെൻ്റ് ഓഫ് എ സം ഈസ് പ്രൊഡക്റ്റ് ഓഫ് കോംപ്ലിമെൻറ്റ്സ്. എ ബാർ ബാർ പ്ലസ് ബി ബാർ. അടുത്തത് എ ബാർ ബാർ പ്ലസ് ബി ബാർ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റിൻ്റെ ഒരു വ്യത്യാസമുള്ളത്, ആദ്യത്തെ എ ബാർ പ്ലസ് ബി ഹോൾ ബാറാണ്, രണ്ടാമത്തത് എ ബാർ പ്ലസ് ബി ബാർ ഹോൾ ബാർ ആയിരിക്കും. എന്നാൽ ഇവിടെ രണ്ട് ബാർ വരുള്ളൂ. അപ്പോൾ ചോദ്യം ഒന്നിട്ട് നോക്ക്. എ ബാർ പ്ലസ് ബി ഹോൾ ബാർ പ്ലസ് എ ബാർ പ്ലസ് ബി ബാർ ഹോൾ ബാർ എ തെളിയിക്കാനാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എ ബാർ പ്ലസ് ബി ഹോൾ ബാർ പ്ലസ് എ ബാർ പ്ലസ് ബി ബാർ ഹോൾ ബാർ ഈക്വൽ ടു എ ബാർ ബാർ പ്ലസ് ബി ബാർ പ്ലസ് എ ബാർ ബാർ പ്ലസ് ബി ബാർ ബാർ. ദാറ്റ് ഈസ് എ ഇൻറ്റു ബി ബാർ. എ ബാർ ബാർ എ ആണ്. പിന്നെ അടുത്തത് ബി ബാർ പ്ലസ് എ ഇൻറ്റു ബി. എ പുറത്തേക്ക് എടുക്കണം. ബി ബാർ പ്ലസ് ബി ഈസ് ഈക്വൽ എ ഇൻറ്റു 1, ദാറ്റ് ഈസ് എ ആർ എച്ച് എസ്. അപ്പോൾ ചോദ്യം എന്താണ്? എ ബാർ പ്ലസ് ബി ഹോൾ ബാർ പ്ലസ് എ ബാർ പ്ലസ് ബി ബാർ ഹോൾ ബാർ. ഒന്ന് ട്രൈ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് എ റൗണ്ട് പ്ലസ് ബി ഇൻറ്റു സി. എ റൗണ്ട് പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് എ ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് എ ബി. റൗണ്ട് പ്ലസ് ആകട്ടോ. റൗണ്ട് പ്ലസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, അത് എക്സോർ ഗേറ്റിൻ്റെ എക്സ്പ്രഷനാണ്. ടേക്ക് എൽ എച്ച് എസ് വൈ ഇസ് ഈക്വൽ എ റൗണ്ട് പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് എ ബി. എ റൗണ്ട് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി ബാർ പ്ലസ് എ ബാർ ബി ആണ്. എക്സോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ബൂളിയൻ എക്സ്പ്രഷനാണ്. എക്സോർ ഗേറ്റിൻ്റെ എ ബി ബാർ പ്ലസ് എ ബാർ ബി, അതവിടെ എഴുതി എ ബി ബാർ പ്ലസ് എ ബാർ ബി ഇൻറ്റു സി പ്ലസ് എ ബി. അത് നമുക്ക് കിട്ടുന്നത് എ ബി സി പ്ലസ് എ ബാർ ബി സി പ്ലസ് എ ബി എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ ബി സി പ്ലസ് എ ബി സി പ്ലസ് എ ബി ഇൻറ്റു 1. ആ എ ബി ഇൻറ്റു 1 എന്ന് എഴുതി. എ ബി ബാർ സി പ്ലസ് എ ബാർ ബി സി പ്ലസ് എ ബി ഇൻറ്റു 1. ദാറ്റ് ഈസ് എ ബി ബാർ സി പ്ലസ് എ ബാർ ബി സി പ്ലസ് എ ബി ഇൻറ്റു 1 പ്ലസ് സി. ദാറ്റ് ഈസ് എ ബി ബാർ സി പ്ലസ് എ ബാർ ബി സി പ്ലസ് എ ബി പ്ലസ് എ ബി സി. ആ രണ്ടാമത്തെയും നാലാമത്തെ ടൈം നമ്മൾ കമ്പൈൻ ചെയ്യണം. അപ്പോൾ ആദ്യ ടൈം അതിപ്പോൾ എഴുതി എ ബി ബാർ സി. ഈ കാണുന്ന ടൈം ആ ടൈം അതുപോലെ എഴുതി എ ബി ബാർ ഇൻറ്റു സി പ്ലസ് ബി സി പുറത്തേക്ക് എടുക്കണം. എ ബാർ പ്ലസ് എ ഇൻറ്റു ബി സി പ്ലസ് എ ബി. അപ്പോൾ ഈ ആദ്യ ടൈം വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. എ ബി ബാർ സി പ്ലസ് നമ്മൾ ആ ബി സി പുറത്തേക്ക് എടുക്കുമ്പോൾ അകത്ത് എ ബാർ പ്ലസ് എ ആണല്ലോ, അത് 1 ആയിട്ട് മാറും. പ്ലസ് എ ബി ഈ എ ബി സി പ്ലസ്
ബി സിയിൽ നിന്ന് സി പുറത്തേക്ക് എടുക്കുമ്പോൾ എ ബി ബാർ പ്ലസ് ബി ഇൻറ്റു സി എന്ന് വരും, പ്ലസ് എ ബി ബാർ പ്ലസ് ബി എ പ്ലസ് ബി ആണ്, എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് എ ബി, ദാറ്റ് ഈസ് ആർ എച്ച് എസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡീമോർഗനൈസ് ദി എക്സ്പ്രഷൻ എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ഹോൾ ബാർ or show that a plus b into c plus d whole bar is equal a bar b bar plus c bar d bar. ആ കാണുന്ന എക്സ്പ്രഷൻ ഡീമോർഗനൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് തെളിയിക്കണം എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ഹോൾ ബാർ ഈസ് എ ബാർ ബി ബാർ പ്ലസ് സി ബാർ ഡി ബാർ തെളിയിക്കാനാണ്. LHS y is equal a plus b into c plus d whole bar. Complement of a product is sum of the complements. De Morgan's theorem, a plus b bar plus c plus d whole bar. That is again apply De Morgan's theorem. Complement of a sum is product of complements. A bar and b bar plus c bar and d bar. That is RHS. Other question, prove the relations 1. AB plus C into AB plus D is AB plus CD. Number 2. XYZ plus XYZ bar plus X by bar Z plus XY bar Z bar plus X bar YZ is X plus YZ. Third question, AB plus AB bar equal to A. Fourth question, A plus B into A plus C is equal to A plus BC. നമ്മൾ ചെയ്തതാണത്. അടുത്ത ക്വസ്റ്റ്യൻ, A plus B into A plus B bar ഇനി എ ബാർ പ്ലസ് സി ഈക്വൽ ടു എ സി, അത് ചെയ്താണെന്ന് തോന്നുന്നു, നോക്കുക. അടുത്ത എ ബി സി പ്ലസ് എ ബി ബാർ സി പ്ലസ് എ ബി സി ബാർ ഈ സി ഇൻറ്റു ബി പ്ലസ് സി, അതും ചെയ്തതാണ്. ഇതൊരു പരീക്ഷയുടെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിവിടെ അപ്പോൾ അതൊന്നും ചെയ്ത് നോക്കുക, അതിൽ ഹോംവർക്കായിട്ട് ചെയ്യുക, എല്ലാം ചെയ്യാൻ പറ്റും. ഏതെങ്കിലും കിട്ടുന്നില്ലെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദി ബൂളിയൻ ഐഡന്റിറ്റീസ് prove the Boolean identities AB plus AB plus C in AB plus C bar equal to AB plus that is not clear. We can read the second question. A plus B plus C bar into A bar plus B plus C equal to AC plus B AC plus B plus C bar A bar. അത് തെളിയിക്കാൻ. അപ്പോൾ ഒന്നാമത്തെ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തതിൻ്റെ RHS എ ബി പ്ലസ് സി ഡി ആണ്, എ ബി പ്ലസ് സി ഡി. അപ്പോൾ സി ഡി അവിടെ മിസ്സിംഗ് ആണ്, നോക്കണം. അപ്പോൾ എ ബി പ്ലസ് സി ഇൻറ്റു എ ബി പ്ലസ് ഡി ഈസ് ഇക്വൽ ടു എ ബി പ്ലസ് സി ഡി എന്ന് തെളിയിക്കുകയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ബ്രാക്കറ്റ് മാറ്റിയാൽ മതി, ബ്രാക്കറ്റ് മാറ്റി നമുക്ക് ഉത്തരം കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, A plus B plus C bar into A bar plus B plus C equal to AB bar plus AB plus AC plus BA bar plus BB plus BC plus C bar A bar plus C bar B plus C bar C. C bar C ലാസ്റ്റ് ടൈം 0 ആണ്, ആദ്യം A bar ആണ്, 0 ആണ്. രണ്ടാമത്തെ എഴുതി, മൂന്നാമത്തെ എഴുതി, നാലാമത്തെ BA bar എഴുതി, അഞ്ചാമത്തെ B ഇൻറ്റു B 1 ആണ്, BC എഴുതി, പിന്നെ സി ബാർ എ ബാർ എഴുതി, സി ബാർ ബി എഴുതി. അടുത്ത ടൈം റിപ്പീറ്റ് ചെയ്യണം. എ ബി റിപ്പീറ്റ് ചെയ്തു, എസ് റിപ്പീറ്റ് ചെയ്തു, ബി എ ബാർ റിപ്പീറ്റ് ചെയ്തു. പിന്നെ ആ വരച്ചിരിക്കുന്ന പോലെ 2 ടൈം എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ബി പുറത്തേക്ക് എടുക്കുമ്പോൾ ബി ഇൻറ്റു 1 പ്ലസ് സി പിന്നെ സി എ ബാർ പ്ലസ് സി ബാർ ബി. ആ ലാസ്റ്റ്
നിന്ന് നമ്മൾ കോൺ ഫാക്ടർ എടുക്കണം. ലാസ്റ്റിൽ നിന്ന് 1 + 1 ആണ്. അപ്പോൾ ബി പ്ലസ് സി ബാർ ബി, അത് ബി പ്ലസ് സി എന്ന് കിട്ടും. ബി പ്ലസ് സി പിന്നെ മറ്റേനോട് കൂട്ടണം. കൂട്ടുമ്പോൾ നമുക്ക് ബി പ്ലസ് എ സി പ്ലസ് ബി പ്ലസ് സി ബാർ എ ബാർ എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. യൂസിങ് ട്രൂത്ത് ടേബിൾ പ്രൂവ് ദ റിലേഷൻ എ പ്ലസ് എ ബാർ ബി ഈസ് ഈക്വൽ എ പ്ലസ് ബി. എ പ്ലസ് ബി എന്നാണ് ഇവിടെ ലോ 21 ആണ്. താഴെ ചെയ്തിട്ടുണ്ട്. അവിടെ ബി കട്ട് ചെയ്ത് പോയി. ഷോ ദാറ്റ് എ പ്ലസ് എ ബാർ ബി ഈസ് എ പ്ലസ് ബി തെളിയിക്കാൻ താഴെ ചെയ്തിട്ടുണ്ട്. എ പ്ലസ് എ ബാർ ബി ഈസ് എ പ്ലസ് ബി തെളിയിക്കാൻ. ഇത് നമുക്ക് ട്രൂത്ത് ടേബിൾ ഇല്ലാതെ തെളിയിക്കുന്ന പഠിച്ചിട്ടുണ്ട്. ലോ 21 പ്രൂഫ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ലോ 21 പ്രൂഫ് ഇത് ട്രൂത്ത് ടേബിൾ വെച്ച് നമ്മൾ തെളിയിക്കുകയാണ്. അതായത് എക്കും ബിക്കും 0യും 1ഉം പോലുള്ള വാല്യൂ കൊടുത്ത് നമ്മൾ തെളിയിക്കുകയാണ്. 0യും 1ഉം പോലുള്ള വാല്യൂ കൊടുത്ത് തെളിയിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ ഒരു ടാബുലർ കോളം റിപ്പീറ്റ് ചെയ്യണം. ഇത്ര ഒരു ടാബുലേഷൻ റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് ഫസ്റ്റ് കോളത്തിൽ എ, സെക്കൻഡ് കോളത്തിൽ ബി, തേർഡ് കോളത്തിൽ എ ബാർ, പിന്നെ എ ബാർ ബി, പിന്നെ LHS RHS എ പ്ലസ് എ ബാർ ബി എ പ്ലസ് ബി അങ്ങനെ എഴുതണം. അപ്പോൾ A0 B0 ആണെങ്കിൽ എ ബാർ 1 ആയിരിക്കും, എ ബാർ ബി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെ എല്ലാം എഴുതണം. എന്നിട്ട് ലാസ്റ്റ് കോളത്തിൽ കണ്ടുപിടിക്കണം എ പ്ലസ് എ ബാർ ബിയും എ പ്ലസ് ബിയും. കാരണം എല്ലാ കോളവും തുല്യമാണെന്ന് കാണാം. അതാണ് പ്രൂഫ്. ട്രൂത്ത് ടേബിൾ വെച്ചുള്ള പ്രൂഫാണിത്. അതർവൈസ് പ്രൂഫ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി അടുത്തത് ഡുവൽസ് ഇൻ ബൂളിയൻ ആൾജിബ്ര. ബൂളിയൻ ആൾജിബ്രയിലെ ഡുവൽസ് ഇരട്ടകൾ എന്ന് പറയും, ട്വിൻസ്. അപ്പം അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഈ ഫോളോയിങ് എക്സ്പ്രഷൻസ് നോക്കിയാൽ മതി. ഈ ബൂളിയൻ ആൾജിബ്രയിലെ ഡുവൽ എക്സ്പ്രഷൻ ഉണ്ട്, ഓരോ അപ്പിയറൻസുകളുടെ എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ അവ എന്താണെന്ന് പറയുന്നത് കൺസിഡർ ദി ഫോളോയിങ് ടേബിൾ. ആദ്യത്തെ റിലേഷൻ, രണ്ടാമത്തെ ഡുവൽ റിലേഷൻ A × 0 0. അടുത്തത് ഇപ്പുറത്ത് A + 1 = 1. ഇതെല്ലാം നമ്മൾ പഠിച്ച റിലേഷൻസ് ആണ്. A × A A + A, A × A bar is 0, A + A bar is 1, A × 1 is equal to A, A × 1 is equal to A + 0 is equal to A, A × A + B is equal to A + AB is equal to A × A bar + B is equal to AB, A + A bar B is equal to A + B. അപ്പോൾ LHS റിലേഷനും നോക്കുക. അവയുടെ ഡുവൽ റിലേഷൻ ഇപ്പോഴത്തെ എഴുതിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഡുവൽ റിലേഷൻ ആണെന്നറിയാമോ? ഇതെല്ലാം ശരിയായ റിലേഷനാണ്. നമ്മൾ ഒറ്റ ഇക്വേഷൻ പോലെ തെറ്റില്ല ഇതിനകത്ത്. അപ്പോൾ ഈ LHS ഇക്വേഷൻ മാത്രം പഠിച്ചാൽ RHS നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. എന്ത് ചെയ്യണമെന്നറിയാമോ? +L ഇൻറ്റു ആക്കണം, +L ഇൻറ്റു ആക്കണം, 0 1 ആക്കണം, 1 0 ആക്കണം. അത്രയേ ഉള്ളൂ. +L ഇൻറ്റു ആക്കണം, 0ക്ക് ഒരു 1 എഴുതണം, 1 ന് 0 എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡുവൽ റിലേഷൻ കിട്ടും. ഒന്നാമത്തെ നോക്കി A × 0 0 അല്ലേ? അപ്പോൾ ആ ഇൻറ്റുവിനെ ഒരു പ്ലസ് ആക്കി നോക്കി. A + 0ക്ക് 1 നോക്കി 1 = എന്തായിരിക്കും? 1 ആയിരിക്കും. ആ 1 + A 1 നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒരു സെറ്റ് റിലേഷൻ ഉണ്ടെങ്കിൽ അതിന് ഡുവൽ റിലേഷൻ കാണാനായിട്ട് നമ്മൾ ഇൻറ്റു മാറ്റി പ്ലസ് ആക്കണം, അല്ലെങ്കിൽ പ്ലസ് മാറ്റി ഇൻറ്റു ആക്കണം, 0 1 ആക്കണം, 1 0 ആക്കണം. അങ്ങനെയാണ് ഡുവൽ റിലേഷൻ കാണുന്നത്. ഇപ്പോൾ ഡുവൽ റിലേഷൻസിൻ്റെ എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊരു സെൻറ്റൻസും പറയാം. It is clear from the above table that basic duality underlies ബൂളിയൻ ആൾജിബ്ര. ബൂളിയൻ ആൾജിബ്രയുടെ ഒരു അടിസ്ഥാന ക്വാളിറ്റിയാണ് ഈ ഡുവലിറ്റി എന്ന് പറയുന്നത്. ഈച്ച് എക്സ്പ്രഷൻ ഹാസ് ഇറ്റ്സ് ഡുവൽ റിലേഷൻ വിച്ച് ഈസ് ആസ് ട്രൂ ആസ് ദി ഒറിജിനൽ എക്സ്പ്രഷൻ. ഓരോ റിലേഷനും അതിൻ്റെ ഡുവൽ റിലേഷൻ ഉണ്ട്. ഒറിജിനൽ റിലേഷൻ പോലെ ശരിയാകുന്ന ഡുവൽ റിലേഷൻ. അപ്പോൾ ഒരു തിയറം ഉണ്ട്, അതിനെ നമ്മൾ ഡുവലിറ്റി തിയറം എന്ന് പറയും. ഡുവലിറ്റി തിയറം. For getting the dual relation, the procedure is
വൺ കൺവേർട്ട് ഓൾ വൺസ്. വൺസ് എന്ന് വായിക്കണം കേട്ടോ, അത് ഈസ് എന്ന് വായിക്കരുത്, വൺസ്. എസ് വേണേൽ പൊക്കി എഴുതാം. കൺവേർട്ട് ഓൾ വൺസ് ടു സീറോസ്. എല്ലാ വണ്ണും സീറോ ആക്കണം. ആൻഡ് ഓൾ സീറോസ് ടു വൺസ്. അത് ശരിക്കും വായിക്കണം, വെറുതെ നോട്ട് മാത്രം വായിച്ചാൽ ഇത് പറയുന്നത് കേൾക്കണം. ചെറിയ നോട്ട് പകർത്തുന്നവർക്ക് സംഭവിക്കുന്നൊരു കുഴപ്പമുണ്ട്, അവരങ്ങനെ പകർത്തും. കൺവേർട്ട് ഓൾ ഈസ് ഇൻറ്റു ഓസ് ആൻഡ് ഓൾ ഓസ് ഇൻറ്റു ഈസ്. അങ്ങനെ വായിക്കാൻ പാടില്ല. കൺവേർട്ട് ഓൾ വൺസ് ഇൻറ്റു സീറോസ് ആൻഡ് ഓൾ സീറോസ് ഇൻറ്റു വൺസ് എന്നാണ് അർത്ഥം. അടുത്ത് നമ്പർ 2 പോയിന്റ്. കൺവേർട്ട് ഓൾ ദി ആൻഡ് എക്സ്പ്രഷൻസ്, അത് ഇൻറ്റു ഓൾ ദി ആൻഡ് എക്സ്പ്രഷൻസ് ഇൻറ്റു ഓർ എക്സ്പ്രഷൻസ് ആൻഡ് ഓസ് ടു ആൻഡ്സ്. എല്ലാ ആൻഡുകളെയും ഓറാക്കണം, എല്ലാ ഇൻറ്റുവിനെയും പ്ലസ് ആക്കണം, എല്ലാ പ്ലസ്സുകളെയും ഇൻറ്റു ആക്കണം. അങ്ങനെ ഡ്യുവൽ റിലേഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ഡ്യുവലിറ്റി തിയറം ഇൻ ബൂളിയൻ ആൾജിബ്ര. അപ്പോൾ മുകളിലത്തെ ടേബിൾ എക്സാമ്പിൾ കൊടുത്തിട്ട് ഈ കാണുന്ന സ്ലൈഡിലുള്ളത് എഴുതിയാൽ മതി. അതാണ് ഡ്യുവലിറ്റി തിയറം, അതിൻ്റെ എക്സ്പ്ലനേഷൻ. സോ വിത്ത് ദിസ് അവർ 90th ലെക്ചർ ഈസ് ഓവർ. അപ്പോൾ പ്രോബ്ലം എഴുതിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഏതെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി ചോദിച്ചാൽ മതി, കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാനത് ആൻസർ ചെയ്യാം. ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു.